കീവേഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ്. അതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു പേജിൽ കൊടുക്കും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ SEO ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഉള്ളിലുള്ള SEOനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ എന്താണ് SEO എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് കീവേഡ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതും അതുപോലെ വെബ്സൈറ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കീവേഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഒരു കീവേഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കീവേഡ് റിസർച്ച് ചെയ്യുന്നതായിരിക്കും, SEO ചെയ്യുവാണ്. അപ്പോൾ അതിനുവേണ്ടി കീവേഡ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 30 or 40 കീവേഡ്സ് ഉണ്ടെന്നായിരിക്കാം. ഈ ഒരു കീവേഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സർവീസസ് ഉണ്ട് അവർ ഓഫർ ചെയ്യുന്നത്. അതായത് SEO ഉണ്ടാവാം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ടാവും, ചിലപ്പോൾ ഗൂഗിൾ ആഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം അതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 40 കീവേഡ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഇത് ഗ്രൂപ്പ് ചെയ്തിട്ട് അത് നമ്മൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു പേജിൽ കൊടുക്കും. അതിൽ SEOനെ കുറിച്ച് പറയുന്നത് വേറൊരു പേജിലേക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയനെ കുറിച്ച് പറയുന്നത് വേറൊരു പേജിലേക്ക്. അങ്ങനെ എല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജസ് നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കീവേഡ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കീവേഡ്സിനെ ഗ്രൂപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഓൺ പേജ് SEO ചെയ്യുന്ന സമയത്ത്, ഒരു വെബ്സൈറ്റിന്റെ SEO ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ ഒരുപാട് പേജസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു റീസ്ട്രക്ചർ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും. റീസ്ട്രക്ചർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കീവേഡ്സ്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ്സ്, ഏതൊക്കെ കീവേഡ്സ് ഏതെല്ലാം പേജിലേക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കീവേഡിന്റെ കുറച്ച് കീവേഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്ന കീവേഡ്സ് എന്ന് പറയുന്നത് ഒരു 23 കീവേഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ 23 കീവേഡ്സ് ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു കീവേഡ്സിനെ എനിക്ക് ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് കീവേഡ്സ് ഗ്രൂപ്പ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിനാദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് അതനുസരിച്ച് ചിലപ്പോൾ റീസ്ട്രക്ചർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഹോം പേജ് ഉണ്ട്, നമുക്ക് അബൌട്ട് us ഉണ്ട്, കോഴ്സസ് ഉണ്ട്, കോണ്ടാക്ട് us ഉണ്ട്, ബ്ലോഗ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഹോം പേജിൽ നമുക്ക് എന്തിനെ കുറിച്ചാണ് നമ്മൾ അതിൽ കൂടുതൽ പറയുന്നത് നമുക്ക് പ്ലാൻ ചെയ്യണം. അതിൽ അബൌട്ട് us-ലുള്ള എന്ത് വേണം, കോഴ്സസിന്റെ ഉള്ളിൽ എന്ത് വേണം, ഇനി അതിന് വേറെ പുതിയ പേജസ് വേണമെങ്കിൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ അത് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ളിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 23 കീവേഡ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ആ കീവേഡ്സ് എടുത്തിട്ട് ആഡ്വേർഡ്സ് ട്രെയിനിങ്. ഓക്കെ, ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ യൂസ് ചെയ്യണം. ഓക്കെ, യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ഇതിനെ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അതിന് ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യുകയാണ്. ഞാനിപ്പോ ഈ ഓറഞ്ച് കളർ യൂസ് ചെയ്തു. ഇനി എന്താണ്, ബെസ്റ്റ് ഗൂഗിൾ ആഡ്സ് കോഴ്സസ് ആണ്. ഇതിൽ ഒരു ഏത് കീവേഡിന്റെ അണ്ടറിൽ വരുന്ന പാർട്ടാണ് അല്ലെ, ആഡ്വേർഡ്സ് ട്രെയിനിങ്ങിന്റെ ഉള്ളിലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും അത് യെല്ലോ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇത് SEO കോഴ്സസ്, അപ്പൊ അതെന്താണ്, അത് SEOനെ കുറിച്ച് വേറൊരു ഇതിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ അതിന് വേറൊരു കളർ യൂസ് ചെയ്യുന്നു. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസിക് വരുന്നതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വരുന്നതും ഇതെല്ലാം എന്തിന്റെ ഉള്ളിൽ വരുന്ന പാർട്ടുകളാണ്, ഇതൊക്കെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുള്ള ഓറഞ്ച് കളർ യൂസ് ചെയ്തു. ഇനി ഞാൻ ഇതിന് ശേഷം ഇതിലുണ്ടോ, ഇതെല്ലാം ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ട് പറയുന്ന പാർട്ടുകളാണ്. അപ്പൊ അതൊക്കെ ഇതിലാണ് നമ്മൾ വരുന്നത്, നമ്മുടെ യെല്ലോ കളറിലാണ്. അപ്പൊ ഞാനിത് യെല്ലോ കളറായിട്ട് മാറ്റി. ഈ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത് വേറൊരു കീവേഡാണ്. അപ്പൊ ഞാൻ അതിന് വേണമെങ്കിൽ എനിക്ക് വേറൊരു കളർ യൂസ് ചെയ്യാം. ഇൻ ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഇത് നമ്മുടെ എന്തിന്റെ ഉള്ളിൽ വരുന്നതാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. അപ്പൊ ഞാൻ അതിങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. ഇനി SEOനെ കുറിച്ചിട്ട് പറയുന്നതാണ് അടുത്ത കീവേഡുകളൊക്കെ. അപ്പൊ ഈ ഒരു കീവേഡെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ഗ്രീൻ കളറായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ തന്നെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു കളർ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ വേറൊരു കളർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് വേറൊരു കളർ യൂസ് ചെയ്തു. ഓക്കെ, പിന്നെ ഇതിപ്പോ എന്താ ചെയ്തിരിക്കണേ, ഞാനിപ്പോ ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് ആഡ്വേർഡ്സിനെ കുറിച്ച് പറയുന്നൊക്കെ യെല്ലോ എന്നുള്ള കളർ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ,
ഇതിൽ കണ്ടോ, ഇതൊക്കെ ആഡ്വേർഡ്സിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. ഇനി എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത്, ഓറഞ്ച് കളറായിട്ട് ഗ്രൂപ്പ് ചെയ്തു. ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു കീവേഡ് ഉള്ളത് ഞാനൊരു ബ്ലൂ കളറിൽ കൊടുത്തു. ഇനി ഞാനിത് SEO കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ ഗ്രീൻ കളറിൽ കൊടുത്തു. സോഷ്യൽ മീഡിയനെ കുറിച്ച് പറയുന്നതൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലും കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്ര പേജ് ഉണ്ട്? 1, 2, 3, 4, 5 സെപ്പറേറ്റ് പേജസിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കീവേഡ്സ് എല്ലാം ടാർഗറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ ആഡ്വേർഡ്സ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്റെ വെബ്സൈറ്റ് സ്ട്രക്ചറിൽ പോയിട്ട് കോഴ്സസിന്റെ ഉള്ളിൽ എനിക്കിത് ആഡ് ചെയ്യാം അല്ലെ. എന്ത് കൊടുക്കാൻ പറ്റും? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു പേജ് ആഡ് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്തത് എനിക്ക് SEO എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പേജ് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഗൂഗിൾ ആഡ്സിനെ കുറിച്ചൊരു പേജ് ആഡ് ചെയ്യാൻ കൊടുത്തു. അടുത്തതായിട്ട് ഞാൻ ഇത് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ കൊടുത്തു. അടുത്തതായിട്ട് ഞാൻ കൊടുക്കുന്ന പേജ് ഇതിലിപ്പോഴത്തെ 1, 2, 3, 4 ഇങ്ങനെ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതൊരു കീവേഡ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേറെ പേജ് ആക്കാം, അല്ലെങ്കിൽ ഒരു പേജിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു പേജിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ 5 പേജായിട്ട് ഞാൻ ഇതിൽ മാറ്റി. ഓക്കെ, 1, 2, 3, 4, 5 5 പേജായിട്ട് ഞാൻ ഇതിൽ മാറ്റുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു കീവേഡ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കീവേഡ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പേജ്, അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ്സ് എന്തായിരിക്കും? ഈ ഒരു കീവേഡുകളായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ കണ്ടന്റ് റൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിൽ ഓൺ പേജിന്റെ പാർട്ടുകൾ നമ്മൾ പഠിച്ചു. അതിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കീവേഡ്സ് ആയിരിക്കും നമ്മൾ അതിൽ യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു കീവേഡ് ഗ്രൂപ്പ് ചെയ്യുന്ന കീവേഡ്സ് നമ്മൾ ഫൈൻഡ് ചെയ്ത ശേഷം ഓരോ പേജിലേക്ക് വേണ്ടിയിട്ടുള്ള കീവേഡ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്താലാണ് നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കീവേഡ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ് ഇപ്പോൾ നമുക്ക് മീഡിയം ഇതായിട്ടുള്ള ഒരുപാട് ട്രാഫിക് ഉള്ളതാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ അതിന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് ഈ ഒരു കീവേഡാണ് ഞാനിപ്പോ എന്റെ സെലക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കീവേഡെങ്കിൽ ഞാൻ അതിനൊരു മാർക്ക് ചെയ്യുന്നു, റെഡ് കളറിൽ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിൽ ഞാൻ മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത് ചിലപ്പോൾ ഇതാണ് ഗൂഗിൾ ആഡ്സ് കോഴ്സസ് ആണെങ്കിൽ അതിന് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ SEO കോഴ്സസ് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്ക് ചെയ്യുന്നു. ഇനി ഇതിന്റെ ഉള്ളിൽ ഞാൻ സോഷ്യൽ മീഡിയ കോഴ്സ് ഇതാണെങ്കിൽ ഇതിനെ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ അതെല്ലാം മാർക്ക് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കീവേഡ് ഇതിൽ 1, 2, 3, 4 പിന്നെ ഇതിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, 4, 5 ഈ 5 പേജിൽ നമ്മൾ 5നെ നമ്മൾ അത് ആ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ചെയ്യുന്നു. മെയിൻ ആയിട്ടുള്ള കീവേഡിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കീവേഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടൈറ്റിൽ കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ്ഡ് കീവേഡിലും അതുപോലെ നമ്മുടെ SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള URLസിലൊക്കെ നമ്മൾ ഈ കീവേഡ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഈ കീവേഡ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതായിരിക്കും നമ്മൾ എന്റെ ബാക്കിയുള്ള കീവേഡ്സ് സബ് കീവേഡ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു കീവേഡ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്ത ശേഷം ഗ്രൂപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഗ്രൂപ്പ് ചെയ്ത ശേഷം നമ്മൾ ഓൺ പേജിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഓഫ് പേജിന്റെ വർക്ക്സിനൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു കീവേഡ്സിനെ ടാർഗറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്.